1986 ഡക്കാർ റാലി. ഡക്കാർ റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരീസിൽ നിന്ന് ആരംഭിച്ച് 14,000 കിലോമീറ്ററുകൾ താണ്ടി, അതിൽ മഞ്ഞും മലയും മരുഭൂമിയും താണ്ടി സെനഗലിലെ ഡക്കാർ എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിപ്പിക്കുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു റാലിയാണ്. ഈ റാലിയിൽ ഒരുപാട് ഓഫ് റോഡ് വാഹനങ്ങൾ മത്സരിക്കാറുണ്ട്, ഒരുപാട് SUVകൾ മത്സരിക്കാറുണ്ട്, ഒരുവിധം എല്ലാ നിർമ്മാണ കമ്പനികളും ഇതിൽ അണിനിരക്കാറുണ്ട്. 1986 ഡക്കാർ റാലിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. അന്ന് പോർഷെ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള 959 എന്ന് പറയുന്ന മോഡലുമായിട്ടാണ് മത്സരിക്കാൻ വന്നത്. ഓഫ് റോഡ് എക്സ്പേർട്ടുകൾ അവരുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളിതൊരു SUVയുമായിട്ട് മത്സരിക്കൂ, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫ് റോഡ് മെഷീൻ കൊണ്ടുവന്ന് മത്സരിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ പോർഷെ അവരുടെ വാഹനത്തിൽ, അതായത് അന്നത്തെ കാലത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള സൂപ്പർ കാറുകളുടെ തലവര തന്നെ മാറ്റി എന്നൊക്കെ പറയാവുന്ന പോർഷ് 959 മത്സരിച്ചത് എന്നുള്ളതാണ്. അവർ ആ വാഹനത്തിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ പിന്നീട് നടന്നത് ചരിത്രമാണ്, കാലം സാക്ഷിയാണ്. 959 ആയിരുന്നു 1986 ഡക്കാർ റാലിയിൽ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും 6-ാം സ്ഥാനത്തും എന്നുള്ളതായിരുന്നു. ഈ ഒരു വലിയ ലെഗസിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് 2022 പോർഷ് അവരുടെ 911 ഡക്കാർ എന്ന് പറയുന്ന മോഡലിനെ വാഹന വിപണിയിലേക്ക് കൊണ്ടുവന്നത്. അതായത് 1986 ഡക്കാർ റാലിയിൽ മത്സരിച്ച് വിജയിച്ച പോർഷ് 959 ലെഗസി നിലനിർത്തിക്കൊണ്ട് 911 ഡക്കാർ എന്ന് പറയുന്ന ഒരു മോഡലിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പോർഷെ. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം പോർഷെ 911 ഡക്കാറിനെ കുറിച്ച്. എല്ലാ കൂട്ടുകാർക്കും അവളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ദുബായിലെ സ്റ്റോബിസ് മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഇവിടെ വന്ന് നമ്മൾ നേരത്തെ റോൾസ് റോയ്സ് ഡോണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ട ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും. ദുബായിൽ വളരെ എക്സ്ക്ലൂസീവായിട്ട് വാഹനങ്ങൾ അവൈലബിൾ ആവുന്ന ഒരു ഡീലർഷിപ്പാണ് ഇതെന്നുള്ളതിന് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ദുബായിൽ വരുന്ന സമയത്ത് വീണ്ടും സ്റ്റോബിസ് മോട്ടോഴ്സിൽ വരുന്നത്. അതിന് ഉദാഹരണമാണ് ഡക്കാർ. ശരിക്കും UAE വേറെ എവിടെയും ഡക്കാർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് സ്റ്റോബിസ് മോട്ടോഴ്സിൻ്റെ ഹൈലൈറ്റ്സ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ആരെങ്കിലും ഒരു സൂപ്പർ കാർ എടുക്കണം, ഇവിടെ ഒരുപാട് കാറുകൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, അങ്ങനെ ഒരു വാഹനം എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോബീസ് മോട്ടോഴ്സിനെ സജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഡക്കാറിലേക്ക് വരാം. നമ്മളിപ്പോൾ ദുബായിലുള്ളതെന്ന് പറഞ്ഞു. ഞാൻ വന്നതിൻ്റെ കൂടെ നമ്മളെ ഇൻവോൾവ് വണ്ണും നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് കാലമായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എയർ ഫ്രാഗ്രൻ്റ് ആണ് ഇൻവോൾവ് വണ്ണ്. ഭയങ്കര രസകരമായിട്ടുള്ള സ്മെല്ലാണ്. ഒരുപാട് ആൾക്കാർ ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 300 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നമ്മുടെ കാറിനകത്ത് നമുക്ക് നല്ലൊരു സുഗന്ധം കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് നമുക്കതൊന്ന് റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും. 300 രൂപയാണ് ഇതിൻ്റെ വില. ഒരു 3 മാസക്കാലയളവോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ കപ്പ് ഹോൾഡറിനകത്തൊക്കെ ഇത് വെക്കാം. ലീക്ക് ഒന്നും ആവില്ല, കാരണം ഇതിനകത്ത് വുഡൻ ബ്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സിട്രസ് എന്ന് പറയുന്ന സ്മെല്ലാണ്, കുറച്ചൊരു ലെമൺ ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള ഒരു സ്മെല്ല്. പിന്നെ അതിന് മറ്റൊരു പ്രത്യേകത, നമുക്ക് സ്മെല്ല് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് ബോറടിപ്പിക്കുന്ന സ്മെല്ലോ കാര്യങ്ങളൊന്നുമല്ല, നല്ല ഫ്ലഷി സ്മെല്ലുകളാണ്. മാത്രമല്ല അത് ഉപയോഗിച്ച് മൈഗ്രെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാൾ മാത്രം അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാസമായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച്. നമ്മൾ ഒരു വർഷത്തിൽ കൂടുതലായി ഇത് പ്രൊമോട്ട് ചെയ്യണം. ചെക്കൗട്ട് ചെയ്തൊക്കെ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച ആളുകൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ശരിക്കും ഡക്കാറിൻ്റെ മുൻഗാമി, അതായത് ഡക്കാർ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് 959 കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടയർ പ്രഷറിങ് സിസ്റ്റം നമ്മൾ പറയാറുണ്ട്, TPMS. അത് ആദ്യമായിട്ടൊരു സൂപ്പർ കാറിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വന്നത് 959 എന്നുള്ളതാണ്. അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കൊണ്ടുവന്നത്. അങ്ങനെ സൂപ്പർ കാറുകളുടെ തലവര മാറ്റിയ ഒരു 2.8 ലിറ്റർ വാഹനമായിരുന്നു. 440 ഹോഴ്സ് പവറാണ് അത് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. എന്നാൽ ആ വാഹനം ഡക്കാർ റാലിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർ കുറച്ച് ചേഞ്ചസ് വരുത്തി. അതിൽ പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സെനഗൽ അങ്ങനെ കുറേ രാജ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഡെസേർട്ടിൽ അങ്ങനെ ഒരു ക്വാളിറ്റി ഫ്യൂവൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് 440 ഹോഴ്സ് പവറിനെ 400 ഹോഴ്സ് പവർ ആക്കി കുറച്ചിട്ടായിരുന്നു ഡക്കാർ റാലിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. ആ ഒരു ഡക്കാർ റാലിയിൽ വന്ന വാഹനത്തിൻ്റെ ഒരു സ്പെക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെഗസിയാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോർഷ് 911 ഡക്കാർ. ശരിക്കും ഇതിൽ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓഫ് റോഡ് ടയർ നമുക്കിവിടെ കാണാം. 19 ഇഞ്ചാണ് വരുന്നത്. അതിനകത്ത് ഒരു ഓഫ് റോഡ് പിരലി ടയേഴ്സും കാര്യങ്ങളൊക്കെ വന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഫെൻഡറിനകത്തൊക്കെ ചേഞ്ചസ് വരികയും കുറച്ച് ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നു. പിന്നെ ഇൻറ്റീരിയറിലൊക്കെയാണ് കാര്യമായിട്ടുള്ള ചേഞ്ചസ്. പക്ഷേ അതിനേക്കാളും രസകരമായിട്ടുള്ള കാര്യം ഈ ഒരു കളർ ടോണാണ്. ഈ കളർ ടോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, 959 എങ്ങനെയാണോ ഡക്കാർ റാലിയിൽ പങ്കെടുത്തത് അതുപോലെയാണ് ഈ കളർ ടോണിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളിപ്പം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം, പോർഷെ 959 ഡക്കാർ റാലി എന്നൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു വാഹനമുണ്ട്. ശരിക്കും അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അത് റൂഫ്
റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഡെക്കാർ എന്ന് പറയുന്ന പോലെ 2 വേരിയൻറ്റുകളായിട്ട് അവൈലബിൾ ആണ്. ഒന്ന് നോർമൽ സ്പെക്കിലും പിന്നെ ഒന്ന് ഓഫ് റോഡ് സ്പെക്കിലും എന്നുള്ളതാണ്. അപ്പം അതായത് ഒരു റാലി സ്പെക്ക്. അപ്പം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്പെക്കാണ്. ശരിക്കും റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പം ഇതിനകത്തില്ല എന്നുള്ളത് മാത്രമാണ് എന്നുള്ളതാണ്. പോർഷെൻ്റെ കോമൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ഭയങ്കര ഇൻ്റലിജൻറ്റ് ഹെഡ് ലാമ്പ് സിസ്റ്റം, അതായത് LED മാട്രിക്സ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ കഴിയും. എക്സൈറ്റ് എന്നാണ് അതിനെ പോഷ് വിശേഷിപ്പിക്കുന്നത്. പോഷെ എന്ന് നമ്മൾ പറയുമ്പോഴും പോഷ് എന്നാണ് അതിൻ്റെ ഇൻ്റർനാഷണൽ പ്രൊനൗൺസിയേഷൻ. അവിടെ നമുക്കൊരു വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രധാനമായിട്ടുള്ളൊരു ചേഞ്ചസ് വരുന്നത് ഈ ഒരു ടോയിങ് ഹുക്കാണ്. ശരിക്കും ഇത് ഫ്രണ്ടിലും ബാക്കിലും നമുക്കൊരു ടോയിങ് ഹുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വലിയ എയർ ഡാം യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്താണ് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ, അതൊരു സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റർ ആയിട്ട് വന്നു. അതുപോലെ തന്നെ സില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ചെറിയ ചെറിയ എന്താ പറയുക, നമ്മളുടെ ആ ഒരു ബോഡി ക്ലാഡിങ് ഡിഫറൻസുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ഒരു ഓഫ് റോഡ് സ്പെക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്കവിടെ കാണാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഹുഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡീറ്റെയിൽസ് ശരിക്കും വേണമെങ്കിൽ നമുക്കൊരു ഓഫ് റോഡ് സ്പെക്ക് എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ ഇതിനകത്ത് എനിക്ക് കുറച്ചും കൂടി രസകരമായിട്ട് തോന്നി. കാരണം ഈ ഒരു ഭാഗത്ത് അപ്പം ഈ ഒരു വെൻറ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു നോസ് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ പോർഷിൽ കാണാത്തൊരു ഡിസൈൻ സ്റ്റൈൽ എന്ന് പറയാം. കാരണം ഈ ഒരു വെന്റിലേഷൻ ഭാഗം നമ്മൾ അങ്ങനെ അധികം പോർഷിൽ കണ്ട് ശീലിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ അതിനായിട്ട് കറക്റ്റ് മാച്ചായിട്ടാണ് ആ ഒരു ഹുഡ് ഡീറ്റെയിൽസ് പോലെ നിലനിൽക്കുന്നത്. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അത് നേരെ കയറി വന്നിട്ട് റൂഫിലേക്കും കയറി നിൽക്കുന്നു എന്നുള്ളതാണ്. അതൊരു നല്ലൊരു സാധനമായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെയൊക്കെ ടോപ്പ് ഭാഗം കാണാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ കീനെ കുറിച്ച് കൂടി പറയാം. ശരിക്കും സാധാരണ പോർഷിൻ്റെ കീ തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് നമുക്ക് റഫ് റോഡ്സ് കൊണ്ട് കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമാണല്ലോ കേട്ടോ. 2 സൈഡിലും ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വണ്ടിയിൽ കാണുമ്പോൾ അതേപോലെ തന്നെയാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ടയറിലേക്ക് വരാം. ഒരു 19 ഇഞ്ച് വീലാണ് ഫ്രണ്ടിൽ വരുന്നത്. അത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് 20 ഇഞ്ച് വീലുകളാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിറലിയുടെ ഓൾ ടെറൈൻ ടയറുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചുള്ളത്. പോർഷക്കകത്ത് അങ്ങനെ ഒരു ടയർ നമ്മൾ ആദ്യമായിട്ട് കാണുമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ആ ഒരു റഫ് റോഡ് പോർഷ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഹൈലൈറ്റ് ചെയ്യാം. എനിക്കൊന്നും ഇതാണ് ശരിക്കും പോർഷിൻ്റെ ഫസ്റ്റ് പബ്ലിക്കലി ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സെയിലിൽ ഇത്ര പെട്ടെന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓഫ് റോഡ് മെഷീൻ എന്ന് പറയാം. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതയാണ്. അതായത് സാധാരണ പോഷ് വാഹനങ്ങളിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് കുറച്ചും കൂടി ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതായത് കുറച്ചും കൂടി ഓൾ ടെറൈനിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള, ഇതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഫുള്ളി ഓഫ് റോഡ് മെഷീനാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഓഫ് റോഡ് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനം എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് സാധാരണ പോർഷിനേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. 13 mm ഉയർത്താൻ കഴിയും. അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ 170 above കിലോമീറ്റർ നമ്മൾ ക്രൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് താവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൈഡ് വ്യൂ മിറർ അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ അതിനകത്തൊരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വാഹനത്തിനകത്ത് നമുക്കൊരു 360 ഡിഗ്രി ക്യാമറ വ്യൂ അവൈലബിൾ ആണ്. ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ള. ഇനി ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് SUV ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം. അത് കുറച്ചുകൂടി ഉണ്ടോ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ വരുന്ന സമയത്തൊരു കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ സ്പോയിലർ ഈ വാഹനത്തിനകത്തില്ല. പകരം പെർമനൻ്റ്ലി ഫിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലറാണ്. കാരണം ഇതൊരു ഓഫ് റോഡറാണ് എന്നുള്ളതുകൊണ്ടാണ്. ബാക്കി പരസ്പരം കണക്റ്റഡ് ആവുന്ന ടെയിൽ ലാമ്പ് യൂണിറ്റുകൾ, സ്റ്റോപ്പ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും. സ്റ്റൂബിസ് എന്ന് പറയുന്ന അവരുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ആ ടോയിങ് ഹുക്ക് അത് ബാക്കിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പോഷ് അല്ലെങ്കിൽ പോഷെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു പ്രത്യേകത. ഇനി ഈ ഒരു ഭാഗത ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പോഷ് 911 വീഡിയോ ചെയ്ത സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക, ആർക്കൊക്കെ അത് ഓർമ്മ ഉണ്ട് എന്നുള്ളൊരു കാര്യം നോക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ റിയർ വിൻഷീൽഡ് ഏരിയ ഒക്കെ അങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫ്യൂസർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്താണ് എക്സോസ്റ്റ് യൂണിറ്റും ക്രമീകരിച്ചുള്ളത്. 2 എക്സോസ്റ്റുകളാണ്. ഇപ്പം നമ്മൾ കാണുന്ന സമയത്ത് ഈ കാണുന്ന വലിയ ഭാഗമില്ലേ, ഇത് ശരിക്കും എക്സോസ്റ്റ് ടിപ്പ് മാത്രമാണ്. അതിനകത്ത് 2 എക്സോസ്റ്റുകളുണ്ട്. അതായത് ഒരു വലിയ എക്സോസ്റ്റും ഒരു ചെറിയ എക്സോസ്റ്റും ആയിട്ട് 2 എക്സോസ്റ്റുകൾ അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 4 എക്സോസ്റ്റുകൾ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ഉയർന്ന വാഹനം എന്നുള്ളൊരു പ്രീതി ശരിക്കും ബാക്കിൽ നിന്ന് കാണുന്ന സമയത്ത് പ്രത്യേകിച്ചുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ഇത് അഡ്ജസ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ മതി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. ശരിക്കും ഈ ഒരു ഡെക്കാർ സ്പെക്കിലേക്ക് വരുന്ന സമയത്ത് ഇൻറ്റീരിയറിനകത്തും ചില ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് വരികയാണ്. സാധാരണ ഇതിൽ ഉറക്കുന്ന പോലെ തന്നെ അതിന് പ്രത്യേകിച്ച് പറയാമെന്നില്ല. ഫ്രെയിംലെസ് ഡോറുകളാണ് വരുന്നത്. കംപ്ലീറ്റ്ലി ഒരു ലെതർ റാപ്പിംഗ് സിസ്റ്റത്തോട് കൂടിയിട്ടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇപ്പം ഡോർ സൈഡിൽ നിന്ന് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു അൽക്കണ്ടാർ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാണാം. ആ ഒരു ബ്ലൂ ലെതർ സ്റ്റിച്ചിങ് നല്ല രസമുണ്ടല്ലേ. സാധാരണ ഇതിലൊക്കെ നമ്മൾ റെഡാണ് കാണാറുള്ളത്. ഇവിടെ എല്ലാം ഒരു ലെതർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം ഒരു വൈറ്റ് എലമെൻറ്റ് കൊടുത്തിട്ട് ആ ഒരു ബോഡി കളർ ടോണിനോട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നു.
ബോമസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും നമുക്ക് അവിടെ സൈഡിൽ കാണാൻ കഴിയും. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോർഷിൻ്റെ തന്നെ തനതായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽസ് കാര്യങ്ങൾ അത് ആ ഒരു ട്രഡീഷണൽ സൈഡിൽ വന്നു. അതിനകത്ത് ഒരു ലെതർ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബക്കറ്റ് സീറ്റുകളാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. പകരം നമുക്ക് കാർബൺ ഫൈബർ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് കാണാം. വെയിറ്റ് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനകത്തൊരു 911 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് കാണാം. ശരിക്കും നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരു ഗെയിമിംഗ് ചെയറൊക്കെ പോലെ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയർ, ഭയങ്കര ഒരു കൂപ്പ് അല്ലെങ്കിൽ ഒരു കുക്കൂൺ സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഒരു പെർഫോമൻസ് കാറിന് പറ്റുന്ന തരത്തിലാണ് അത് അവിടെ കാണാൻ കഴിയുന്നതെന്നുള്ളത്. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചപ്പം ഇതിനകത്തുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ബ്ലൂ അല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ സീറ്റ് ബെൽറ്റും ബ്ലൂ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടപ്പം തോന്നിയിട്ടുണ്ടായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടി എടുത്ത് പറഞ്ഞതാണ് എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തനത് പോഷ് സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ ഇവിടെ മാത്രമാണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇതിനൊക്കെ ലെതറും അതുപോലെ തന്നെ കാർബൺ ഫൈബർ അതുപോലെ തന്നെ അൽക്കണ്ടാറ മെറ്റീരിയൽസൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് പ്ലാസ്റ്റിക് ഉള്ളത്. നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് സെലക്ടർ അതൊക്കെ ഇവിടെ കാണാം. ഡ്രൈവ് മോഡിലേക്ക് വരുന്ന സമയത്ത് നോർമൽ, വെറ്റ്, റാലി, ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഇതിൽ നമുക്കൊരു ഓഫ് റോഡ് മോഡ് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സ്പോർട്ട് മോഡും ഇതിനകത്ത് തന്നെ കേട്ടോ. അങ്ങനെ 5 ഡ്രൈവ് മോഡുകളാണ് വന്നിട്ടുള്ളത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നല്ല രസമുണ്ട്. ഡിജിറ്റലും അതുപോലെ തന്നെ അനലോഗും ചേർന്നിട്ടാണ്. ഈ ഒരു സെൻറ്റർ ഭാഗം അനലോഗാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം അതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ്. അപ്പം ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഉള്ളിലൂടെ നല്ല വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നൊരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിട്ട് തോന്നി. അതുപോലെ ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ, പാഡിൽ ഷിഫ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഈ ഒരു ഭാഗത, അതായത് ഡാഷ്ബോർഡിൻ്റെ താഴ്ഭാഗം കംപ്ലീറ്റ്ലി അൽക്കണ്ടാറ മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്തേക്കാണ്. ഇവിടെ അൽക്കണ്ടാറ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അൽക്കണ്ടാറ മെറ്റീരിയലാണ്. അതിനകത്ത് ഒരു ബ്ലൂ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് ബോഡി പാർട്ട് പോലത്തെ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് കൂടി കയറി നിൽക്കുന്നു എന്നുള്ളതാണ്. സീറ്റിൽ ഇരിക്കുന്ന സമയത്തുള്ള കാര്യം കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീറ്റ് കാണുമ്പോൾ എനിക്ക് തോന്നിയ അതേ കാര്യം തന്നെയാണ് ഇരിക്കുന്ന സമയത്ത് തോന്നുന്നത്. ഭയങ്കര കംഫർട്ടാണ്. ബോഡിയൊക്കെ ഇങ്ങനെ വരിഞ്ഞ് മുറുക്കുന്നു. അപ്പം ഒരു ട്രാക്കിലൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും നമ്മളെ ഭയങ്കര കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീറ്റിംഗ്. ശരിക്കും മെലിഞ്ഞൊരാളായിട്ട് പോലും ഞാൻ നല്ല അടിപൊളിയാണ്. അപ്പം അത്യാവശ്യം എല്ലാവർക്കും നല്ല സെറ്റായിരിക്കും. സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാലും ചില ഡിഫറൻസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ചെറിയ നോബായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് ബാക്കിൽ കാണുന്ന വലിയ നോബ് നമ്മുടെ ട്രാൻസ്മിഷൻ്റെ ആണ്. പാർക്കിംഗ്, ബ്രേക്ക്, മാനുവൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബട്ടണായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് സെലക്ടർ ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ടർ റോട്ടറി സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തുള്ള വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകളുണ്ട്. വളരെ കുഞ്ഞൊരു AC വെൻറ്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കപ്പ് ഹോൾഡറാണ് ശരിക്കും ഇത്. പക്ഷേ അതിനകത്ത് നമുക്കിപ്പോൾ ഒരു ആസ്ട്രേ കൊടുത്തിട്ടുണ്ട് പോഷിൻ്റെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പാർക്ക് ബ്രേക്ക് കാണാം. ഇത് പാർക്ക് മോഡാട്ടോ. ഇത് പാർക്ക് ബ്രേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറണ്ട. പിന്നെ അതുപോലെ തന്നെ അൽക്കണ്ടാറ മെറ്റീരിയലോടുകൂടി വന്നിട്ടുള്ള ഹാൻഡ് റെസ്റ്റ്, അതിനകത്ത് പോഷ് എക്സ്ക്ലൂസീവ് എന്നൊക്കെയുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ താഴ്ഭാഗത്തൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. അതുപോലെ തന്നെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ടും നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഗ്ലോ ബോക്സ് ഡീസൻറ്റ് സൈസ് ഗ്ലോ ബോക്സ് വരുന്നു. അതേപോലെ തന്നെ ഇവിടെ തന്നെ പാസഞ്ചർ സൈഡ് കപ്പ് ഹോൾഡർ അതവിടെ ഒളിപ്പിച്ച് വെച്ചാണ്. ഇനി ഇവിടെ 911 ഡക്കാർ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കാണാം. അതിനകത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം 1021 വോൺ 2500 എന്ന് കാണിക്കുന്നത്. അതായത് ലോകത്താകെ 2500 911 ഡക്കാർസിനെ മാത്രമേ പോഷ് പുറത്തിറക്കുള്ളൂ. അതിൽ 1021ാമത്തെ മോഡലിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് 1020 ഉണ്ട്. ഇത് 1021ാമത്തെ മോഡലാണ്. നമ്മളിപ്പോഴാണ് ഇത് കാണുന്നത് എന്നുള്ളത് വേറെ സത്യം. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊന്നുമില്ല. ഈ മെറ്റീരിയൽ ഒരു അൽക്കണ്ടാറ മെറ്റീരിയലാണ് കൊടുത്തത്. നല്ല രസമുണ്ട്. അതായത് ഭയങ്കര നീറ്റ് ആൻഡ് ഫിനിഷ്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇതൊരു ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. എൻ്റെ ഫേവറേറ്റ്. ഇവിടെ നമുക്കൊരു ക്ലോക്ക്, അതൊക്കെ നമ്മളെ പോഷിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു തനതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇതിനകത്ത് ശരിക്കും റോൾ ഗേജ് കൂടി വരും. ശരിക്കും പ്രോപ്പർ ഓഫ് റോഡ് സ്പെക്കിലേക്ക് വരുന്ന സമയത്ത് റോൾ ഗേജും കാര്യങ്ങളൊക്കെ വെക്കും. അങ്ങനെ വെക്കാനുള്ളത് കൊണ്ടും ഓഫ് റോഡ് സാധനങ്ങൾ വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ടും ഈ വാഹനത്തിനകത്തൊരു റിയർ സീറ്റ് ഇല്ല. 3 ഡോർ വാഹനമാണ്, 2 സീറ്ററാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്നാൽ ബാക്കിലെ സീറ്റിന് പകരം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് വരുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരുപാട് സ്ഥലമുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ. ആർക്കെങ്കിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. സീറ്റായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭയങ്കര ലെഗ് റൂമുള്ള ആൾക്കാർക്കൊന്നും ഇരിക്കാൻ എന്തായാലും കഴിയുന്നുണ്ടാവില്ല. ആധുനികത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തുള്ളത്. ഡ്രൈവ് മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സൂപ്പർ എക്സോസ് സിസ്റ്റം അത് ഇനാബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചേസിസിൽ നമുക്ക് സെപ്പറേറ്റ് സ്പോർട്ട് വേണോ നോർമൽ വേണോ അങ്ങനെ സെലക്ട് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതരത്തിലാണ് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡയനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, ഷെയ്ഡുകൾ, അതിനകത്ത് മിറർ, ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും അതും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും കോംപ്രമൈസ് ഇല്ല.
ഇനി സൂപ്പർ കാറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ട്രങ്കും ഫ്രങ്കും. അത് രണ്ടും ഓപ്പൺ ചെയ്യാനുള്ള ഭാഗങ്ങൾ ഇവിടെ കാണാം. ഫ്രങ്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സ്റ്റോറേജ് സ്പേസ്, അതുപോലെ തന്നെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കിൽ. അത് രണ്ടും ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഈ ഒരു ഭാഗത്താണ് കൊടുത്തുള്ളത്. ചില വാഹനങ്ങൾ നമ്മളിവിടെ റാലി സ്പെക്കും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ബുഗാട്ടിൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിരുന്നു റാലി ഷിറോളിൽ കേട്ടോ റാലി സ്പെക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് ക്രമീകരിച്ചുള്ളത്. ഈ മെറ്റീരിയൽ ഇതെല്ലാം തന്നെ ആ ഒരു മൈക്രോ ഫൈബർ മെറ്റീരിയൽ കൊണ്ട് ഗംഭീരമാക്കിയിട്ട് ശരിക്കും ഇൻറ്റീരിയറിനകത്ത് നോക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് കാണുന്നത് ഒന്ന് സ്റ്റിയറിംഗ് വീലിൽ, രണ്ടാമതൊരു സ്ഥലത്ത് കൂടി ഞാൻ കണ്ടത് ഈ ഒരു ഡോർ ഹാൻഡിലിൻ്റെ ഈ ഒരു ഭാഗത്താണ്. അതായത് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെയും ലെതർ റാപ്പിഡാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഡോർ ഹാൻഡിൽ വരുന്നത് നോക്കിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവും. നൈസ്. ശരിക്കും ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തോടു കൂടി നല്ല ഡോറാണ്. ഇതൊന്നും ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡോർ ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് തള്ളും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സംഭവമുള്ള ഇത് നമ്മൾ ഫ്രങ്കിലേക്ക് വരുന്ന സമയത്ത് സാധാരണ പോർഷിൽ നിന്ന് ഇതിലൊരു വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു എയർ ഡാം ഭാഗം ശരിക്കും എഞ്ചിനിലേക്കുള്ള എയർ ഡാം അല്ല ഇത്, ശരി റിയർ എഞ്ചിൻ വാഹനമാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ഈ ഒരു കവർ മാത്രമാണ് ഓപ്പണായി വരുന്നത്. ഈ ഒരു ഭാഗമൊക്കെ ഇവിടെ തന്നെ നിലനിൽക്കുന്ന പോലെയാണ് കൊടുത്തുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രങ്ക്, കുറച്ചും കൂടി സ്ഥല സൗകര്യം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ ട്രങ്കിനകത്ത് ശരിക്കും ആളുകളെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അകത്ത് നിന്ന് എക്സിറ്റ് ആവാനുള്ള ഒരു ബട്ടണും ഇവിടെ കാണാം. അതായത് ലാമ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ബട്ടൺ ക്രമീകരിച്ചിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും ഇതിനകത്ത് കയറുകയാണെങ്കിൽ അത് നിൽക്കിയാൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റേഡിയം പോണ മാതിരി ഇങ്ങനെ പോകാമെന്നാണ്. ഓക്കെ, ഫുഡിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഫൈബർ മെറ്റീരിയൽസ് ആണ് കൊടുത്തുള്ളത്. പരമാവധി വെയിറ്റ് കുറക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് ചെയ്താണ്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഓഫ് റോഡ് സ്പെക്കും കാര്യങ്ങളൊക്കെ വന്നപ്പം കുറച്ചുകൂടി വെയിറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റിയർ സീറ്റുകൾ ഒഴിവാക്കിയത് എന്നുള്ളൊരു സംസാരം പൊതുവേ ഉണ്ട്. അതിന് ഏതൊരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് അങ്ങനെ വെച്ചതാണോ എന്നുള്ളത് അടുത്ത ചോദ്യം ആണ് എന്നുള്ളതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല ബാക്കിലത്തത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എഞ്ചിൻ സ്പേസ് ഒക്കെ ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റുന്നു. അങ്ങനെ കാണാൻ പറ്റില്ല. ഇത്ര ഭാഗം മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് 911 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാന് കാര്യങ്ങൾ, ഓയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. ശരിക്കും ഈ വാഹനത്തിനകത്ത് ഒരു 3 ലിറ്റർ ട്വിൻ ടർബോ എഞ്ചിനാണ് വരുന്നത്. 480 ഹോഴ്സ് പവറും 570 Nm ടോർക്കുമാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഡക്കാറിൽ ഓടിച്ചിട്ടുണ്ടായിരുന്ന 959 വരുന്ന സമയത്ത് അതിനകത്ത് 440 ഹോഴ്സ് പവർ ആയിരുന്നു. അതുപോലെ തന്നെ 2.8 ലിറ്റർ എഞ്ചിനും ആയിരുന്നു. ആ കാര്യം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയ അപ്ഡേഷനിലേക്ക് വന്ന സമയത്ത് ചില ചേഞ്ചസ് വരുത്തി, പെർഫോമൻസ് കൂടി, അതുപോലെ തന്നെ CC കൂടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും പോർഷ് 911 ഡക്കാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഗസിയെ ഓർമ്മപ്പെടുത്തുന്നു. ശരിക്കും പോർഷെ 959, അതായത് ഡക്കാറിൽ അവർ അവതരിപ്പിച്ച ആ ഒരു കാറ് സൂപ്പർ കാറുകളുടെ തലവര മാറ്റിയ ഒരു വാഹനമാണ് എന്നുള്ളൊരു അഭിപ്രായം ഓട്ടോ എന്തൂസിയാസ്റ്റുകൾക്ക് മുഴുവനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഡാപ്റ്റീവ് സസ്പെൻഷൻ, അതുപോലെ തന്നെ TPMS സിസ്റ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സൂപ്പർ കാറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇനി ഈ വാഹനത്തിൻ്റെ പ്രൈസാണ്. ശരിക്കും ഈ വാഹനത്ത് ഇന്ത്യൻ പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഇമാറാത്തിൽ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1.6 മില്യൺ ദിർഹമാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തോ ഇപ്പോൾ ഒരു ദിർഹത്തിന് ഏകദേശം 22 രൂപയാണ് വില വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് പോർഷ് 911 ഡക്കാർ എന്ന് പറയുന്ന മോഡൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക്സ് ടു സ്റ്റോബിസ് മോട്ടോഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ കാർ നിഖിൽ ബ്രോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് പോർഷിൻ്റെ ഡക്കാർ റാലി എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഡക്കാർ എന്ന് പറയുന്ന ഒരു എഡിഷൻ ഉണ്ടാക്കാനുണ്ടായ കാരണം തുടങ്ങിയിട്ടുള്ള വിശേഷിക്കലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത്. സ്റ്റോബിസ് മോട്ടോഴ്സിൽ വരുന്ന എക്സ്ക്ലൂസീവ് കാർസിനെ കുറിച്ചൊക്കെ അറിയാൻ അവരെ ഇൻസ്റ്റാഗ്രാം ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ കാറുകളെക്കുറിച്ച്, അതായത് വാഹന വിപണിയിൽ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വാഹനങ്ങൾ വളരെ പെട്ടെന്ന് കാണാൻ സ്റ്റോബിസിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്താൽ മതി. കാരണം 2024 മോഡലുകളൊക്കെ ഇപ്പോൾ പലതും ഇവിടെ ഡിസ്പ്ലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.